ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അടിയന്തരാവസ്ഥയിൽ ജയിലിലടച്ച ഇന്ത്യയിലെ ജനസംഖ്യയിലെ രണ്ടാമത്തെ വലിയ സ്റ്റേറ്റായ ബീഹാറിൽ താരതമ്യേന ഒരു മൈനർ പാർട്ട്ണറായിരുന്ന BJP വളരെ ശക്തിപ്പെട്ടു വരുന്നത് 18ാം ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കാണുകയുണ്ടായി. 18ാം ലോക്സഭാ ഇലക്ഷനിൽ BJP, JDU, LJP സഖ്യമാണ് പ്രധാനമായിട്ടും മത്സരിച്ചത്. അവർ പ്രതീക്ഷിക്കാത്ത വിജയമാണ് ലഭിച്ചത്. 40 ലോക്സഭാ സീറ്റിൽ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന ഒരു സീറ്റുണ്ടായിരുന്നു, കിഷൻഗഞ്ച് എന്ന് പറയുന്ന സീറ്റ്. അത് അതിന് മുമ്പുള്ള ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് തന്നെ ജയിച്ച സീറ്റാണ്. ആകെയുള്ള 40 ലോക്സഭാ സീറ്റിൽ 18ാം ലോക്സഭാ ഇലക്ഷന് മുമ്പുള്ള 17ാം ലോക്സഭാ ഇലക്ഷനിൽ പ്രതിപക്ഷം ജയിച്ച ഏക സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ജയിച്ച കിഷൻഗഞ്ചിലെ സീറ്റായിരുന്നു. ഇത്തവണ അവർക്ക് 8 സീറ്റ് മാത്രമേ ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചുള്ളൂ. ബാക്കി 32 സീറ്റുകളും BJP, JDU, LJP സഖ്യം വിജയിക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ LJP എന്ന് പറയുന്ന രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് സ്റ്റെല്ലർ പെർഫോമൻസ്. അവർ 5 സീറ്റ് മത്സരിച്ച് 5 സീറ്റും വിജയിക്കുകയുണ്ടായി. BJP 17 സീറ്റിലും JDU 16 സീറ്റിലുമാണ് മത്സരിച്ചത്. അവർക്കും താരതമ്യേന നല്ല വിജയമാണ് ഉണ്ടായത്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും കൂടി 32 സീറ്റുകൾ ലഭിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ബീഹാറിലെ ജനങ്ങൾ പൊതുവെ വിശ്വസിച്ചത് നരേന്ദ്രമോദിയുടെ ഒരു ഗവൺമെൻറ് ഒരു പെർഫോമിംഗ് ഗവൺമെൻറ്റാണ്, ആ ഗവൺമെൻറ് തുടരട്ടെ, അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയിരുന്നു. ആ ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ വീണ്ടും നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നാൽ അവർക്ക് തുടർന്നും ലഭിക്കും. അത് കർഷകർക്ക് കിട്ടിയ ചെറിയ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസ്, അതുപോലെ തന്നെ സാനിറ്റേഷൻ സൗകര്യങ്ങൾ, അതൊക്കെ അവർക്ക് തുടർന്ന് ലഭിക്കുമെന്നൊരു പ്രതീതി സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായി. രണ്ടാമത് നിതീഷ് കുമാറിനുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് നിതീഷ് കുമാർ ഭരിക്കുന്നു. പലപ്പോഴും അദ്ദേഹം മുന്നണികൾ മാറി മാറി ചാഞ്ചാടുന്നുണ്ട്. പക്ഷേ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ആദ്യ ദശകത്തിൽ സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൽ വളരെ ശ്രദ്ധിച്ചു. റോഡുകൾ, പാലങ്ങൾ, കണക്ടിവിറ്റി, സ്കൂളുകൾ, ഗ്രാമീണ റോഡുകളെ നഗര റോഡുകളുമായിട്ടുള്ള ബന്ധിപ്പിക്കൽ, ഇതെല്ലാം ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ സഹായിച്ചിട്ടുണ്ടെന്നൊരു വിലയിരുത്തൽ അവർക്കുണ്ടായി. അതുപോലെ തന്നെ മദ്യനിരോധനം ബീഹാറിലെ ഒരു വലിയ ഇഷ്യൂ ആണ്. നിതീഷ് കുമാർ മദ്യം നിരോധിച്ചതിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾ അതിനെ സ്വാഗതം ചെയ്തു. ബാലികമാർക്ക്, പെൺകുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകുന്നതിന് സൈക്കിളുകൾ കൊടുക്കുകയുണ്ടായി. കൃഷിക്കാർക്ക് ചെറിയ ആനുകൂല്യം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പോലെ തന്നെ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുമെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കലായിട്ട് തന്നെയാണ് അവിടെ അവർ BJP, JDU സഖ്യത്തെ അനുകൂലിച്ചത് എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായത്. എന്നാൽ അവർ പ്രതീക്ഷിച്ച വോട്ട് ശതമാനത്തിൽ അവർക്ക് മുന്നേറാൻ സാധിച്ചില്ല. സീറ്റുകൾ കിട്ടിയെങ്കിലും തൊട്ടു മുമ്പുള്ള 17ാം ലോക്സഭാ ഇലക്ഷനേക്കാൾ വോട്ട് ശതമാനം അവർക്ക് കുറവായിരുന്നു. ഇന്ത്യ മുന്നണിക്കാവട്ടെ വോട്ട് ശതമാനത്തിൽ വളരെ അടുത്ത് വരുന്നതിന് സാധിക്കുകയുണ്ടായി. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ എന്ന് പറയുന്നത് അവിടെ RJD, കോൺഗ്രസ്, CPI, CPM, CPI, ML എന്നീ കക്ഷികളാണ്. അതിൽ തന്നെ CPI MLന്റെ വിജയം എല്ലാവരും വളരെ അമ്പരപ്പിച്ചു. 3 സീറ്റാണ് CPI MLന് കൊടുത്തത്. അതിൽ 2 സീറ്റ് CPML വിജയിക്കുകയുണ്ടായി. RJDക്കാണ് ഏറ്റവും കനത്ത പരാജയം ഉണ്ടായത്. അവർ 23 സീറ്റിൽ മത്സരിച്ചെങ്കിലും കേവലം 4 പേരെ മാത്രമേ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അവർക്ക് 22% വോട്ട് ലഭിച്ചു. BJPയെക്കാളും JDUവിനേക്കാളും മറ്റേതൊരു പാർട്ടിയേക്കാളും ഏറ്റവും ടോപ്പ് വോട്ട് കിട്ടിയ പാർട്ടി അവിടെ RJD ആയിരുന്നു.
അങ്ങനെ വോട്ട് ശതമാനത്തിൽ അവർക്ക് താരതമ്യേന അടുത്ത് വരാൻ സാധിച്ചെങ്കിലും അത് സീറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 8 സീറ്റിൽ ഈ പാർട്ടികൾക്കെല്ലാം കൂടി ഒതുങ്ങേണ്ടി വന്നു. ആ ഇലക്ഷനിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ ഇലക്ഷനിലും പൊതുവെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു, യു പിയിലെ പോലെ ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ ജയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, BJP JDU മുന്നണി എന്ന് പറയുന്നത് ഒരു ഫോർമിഡബിൾ ഫോഴ്സ് തന്നെയാണ്. ഹൈകാസ്റ്റ് അവർ BJP അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഹൈകാസ്റ്റ് എന്ന് പറയുന്നത് രാജ്പുട്സാണ്, രജപുത്രരാണ്. ഇപ്പോൾ BJP സീറ്റുകൾ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്ന രജപുട്സിനാണ്. പിന്നീട് JDUവിൻ്റെ കുർമീസ് എന്ന് പറയുന്നത്, ആ കുർമി വിഭാഗം പൂർണ്ണമായിട്ടും, ചെറിയ ഒരു ജനസംഖ്യയാണ് കുർമീസ്, ആകെ ജനസംഖ്യയുടെ 3 to 4% മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുർമീസ് എപ്പോഴും അവരുടെ സമുദായത്തിലുള്ള നിതീഷ് കുമാറിൻ്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. വന്നൊരു മാറ്റം ദളിത് വിഭാഗങ്ങളുടെ ഒരു കൺസോളിഡേഷൻ അവിടെ നടന്നു. ആ ദളിത് വിഭാഗങ്ങൾ അവർ സാമ്പ്രദായികമായി അവർ വിശ്വാസം അർപ്പിച്ചിരുന്ന രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയിൽ തന്നെ അവർ വോട്ട് ചെയ്തു. അങ്ങനെയാണ് രാംവിലാസ് പാസ്വാന്റെ മകൻ നേതൃത്വം കൊടുക്കുന്ന LJPയിൽ ആ വോട്ടുകൾ വന്നതും ആകെ വോട്ടിൻ്റെ കൂടെ BJP JDU വോട്ടിൻ്റെ കൂടെ LJPയുടെ ഈ ദളിത് വോട്ട്സും കൂടെ വന്നപ്പോൾ അവർക്ക് ഇത്രയും സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു. BJP അവിടെ ആവിഷ്കരിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ്, ഏറ്റവും പിന്നോക്ക ജാതിക്കാരെ അവരുടെ കൂടെ കൂടുതൽ ഉണ്ടായി. അത് ധാരാളം നിരവധി ഗ്രൂപ്പുകളുണ്ട്. അതേസമയം തന്നെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത് അവരുടെ ഒരു സോഷ്യൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് യാദവരും മുസ്ലിംസുമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ബേസ് എന്ന് പറയുന്നത്. എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ് കൂടുതലും ഇന്ത്യ മുന്നണിയിലേക്ക് പോയി. ചില കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2000, 3000, 5000 വോട്ടിനൊക്കെയാണ് വ്യത്യാസം. പക്ഷേ എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റിനെ ഈ മേജർ ബാക്ക്വേർഡ് കാസ്റ്റ് കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ട് പല മണ്ഡലങ്ങളിലും ചെറിയ ഭൂരിപക്ഷത്തിനുള്ള വിജയം BJPക്ക് നേടിക്കൊടുത്തു. അത് ഇന്ത്യ മുന്നണിക്ക് ഒരു പാഠമായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ RJDയിൽ കൂടുതലും അവർ സീറ്റുകൾ കൊടുക്കുന്നത് യാദവർക്കാണ്. യാദവർ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട OBC വിഭാഗം എന്ന് പറയുന്നത്. മുസ്ലിംസ് കൂടുതലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് RJDയിലും കോൺഗ്രസിലുമാണ്. കോൺഗ്രസിന് അവിടെ ഒരു 7% വോട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അവിടെ മുസ്ലിംസ്. അപ്പോൾ ശരിക്കും ഒരു ക്ലാസ് സ്ട്രഗിൾ തന്നെയാണ് അവിടെ നടക്കുന്നത്, ഇൻ ദ ഫോം ഓഫ് കാസ്റ്റ്. അത് അവിടുത്തെ ഭൂവുടമ വ്യവസ്ഥയിൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയെല്ലാം ഭൂമികാറുകളുടെയും അതുപോലെ രജപുത്രരുടെയുമാണ്. OBC വിഭാഗങ്ങൾ കൾട്ടിവേറ്റിംഗ് ക്ലാസസ് മാത്രമാണ്. അപ്പോൾ ശരിക്കും ബീഹാറിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഘർഷത്തിൻ്റെ തുടർച്ച തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെയും നടക്കുന്നു. ബീഹാറിൽ കാസ്റ്റ് എല്ലാ കാലത്തും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1967 വരെ അവിടെ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അവിടെ ഉയർന്ന ജാതിക്കാർക്കായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനവും മറ്റും ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 67 സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കർപ്പൂരി താക്കൂർ വിജയിക്കുന്നു. ആ ഒരു കാലഘട്ടം ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. കോൺഗ്രസിൻ്റെ അധികാര കുത്തകയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1967 കേരളത്തിലെ EMS, തമിഴ്നാട്ടിൽ അണ്ണാദുരൈ, UP ചരൺ സിംഗ്, ഒറീസയെ ബിജു പട്നായിക്, അങ്ങനെ ധാരാളം സംസ്ഥാനങ്ങൾ, 7 സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ വിജയിച്ചോടൊപ്പം പശ്ചിമ ബംഗാളിൽ അജോയ് മുഖർജി വിജയിച്ച പോലെ ബീഹാറിലും പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ വിജയമുണ്ടായി.
ക്ഷുരക സമുദായത്തിൽപ്പെട്ട, ബാർബർ സമുദായത്തിൽപ്പെട്ട കർപ്പൂരി താക്കൂറിനെയാണ് അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഉയർന്ന ജാതിക്കാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തോക്കെടുക്കും, ബാർബർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെ ഇവിടെ മുഖ്യമന്ത്രിയാകാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ സോഷ്യലിസ്റ്റുകൾ പറഞ്ഞു, ഞങ്ങൾ, കർപ്പൂരി താക്കൂർ പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ടവർക്കും തോക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അത്ര രൂക്ഷമായ സാമൂഹ്യ സംഘർഷമുള്ള ഒരു കാലയളവായിരുന്നു. പക്ഷെ പിന്നീട് മണ്ഡൽ കമ്മീഷനും മറ്റും വന്നപ്പോൾ മഹാഭൂരിപക്ഷം പിന്നോക്കക്കാർക്ക് ഒരു ആത്മവിശ്വാസം കിട്ടി, ധൈര്യം കിട്ടി. സംവരണത്തിനെതിരായ ധാരാളം സമരങ്ങൾ നടന്നപ്പം ആ സംവരണത്തിന് അനുകൂലമായി അവരും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അവർക്കിടയിൽ നിന്ന് ധാരാളം ലീഡേഴ്സ് പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. അങ്ങനെ വന്ന ലീഡേഴ്സിൽപ്പെട്ടവരാണ് ലാലു, നിതീഷും അതുപോലെയുള്ള ആളുകളൊക്കെ. അപ്പോൾ ബാക്ക്വേർഡ് കാസ്റ്റിൽ നിന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായി. അപ്പം നിരന്തരമായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെയും അതിന് മുമ്പുള്ള കാലഘട്ടം മുതൽ കാസ്റ്റ് ഹൈരാർക്കി വളരെ എക്സ്പ്രസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ബീഹാർ. ഇപ്പോഴും നിതീഷ് കുമാറിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് വളരെ ശോഷിച്ചു പോയി. ഒരു കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലെ കേവലം 42 സീറ്റ് മാത്രമാണ് ജയിച്ചത്, 100-ൽ പര സീറ്റ് മത്സരിച്ചെങ്കിൽ. അവിടെ BJP ആണിപ്പോൾ ഒരു മേജർ പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു വശത്ത് RJDയുടെ യാദവ മുസ്ലിം, മറുവശത്ത് അപ്പർ കാസ്റ്റിൻ്റെ ഒരു ക്ലാസ് സ്ട്രഗിൾ ഇൻ ദ ഫോം ഓഫ് കാസ്റ്റ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാസ്റ്റ് ഹൈറാർക്കി നിലനിർത്തണം, അധികാരം ഞങ്ങൾക്കും വീണ്ടും വേണം എന്നുള്ള തീരുമാനം തന്നെയാണ് BJPയുടെ കയ്യിലിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ നിതീഷ് കുമാറിനെ അവർ ഇന്ത്യ മുന്നണിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത്. അതിൻ്റെയൊക്കെ പിന്നിൽ ധാരാളം ഒരു മിസ്റ്ററി ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മലക്കം മറിച്ചിൽ നടത്തിയത് അറിയില്ല. ഏതായാലും പവറാണ്, പൊളിറ്റിക്സ് എന്ന് പറയുന്ന പവറാണ്. ഇന്ത്യയിലെ ജനസംഖ്യയിലെ 2ാമത്തെ വലിയ സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ കോൾ നിക്ഷേപമുള്ള സ്റ്റേറ്റ്, അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ വേണം എന്നുള്ള ഒരു നിശ്ചയത്തിലാണ് ഇപ്പോൾ ബീഹാറിൽ BJP നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പഹൽഗാം ആക്രമണത്തിൻ്റെ അന്ന് രാത്രി രാജ്യം മുഴുവൻ ഇറങ്ങൽ ചെയ്യിക്കുമ്പോൾ പിറ്റേന്ന് പ്രധാനമന്ത്രി നേരെ വന്ന് പ്രസംഗിച്ചത് ബീഹാറിലായിരുന്നു. കാരണം ബീഹാറിലെ എല്ലാ വീട്ടിൽ നിന്നും 1-2 പേര് നമ്മുടെ ആർമിയിലുണ്ട്. ഒരു ദേശീയബോധം, തീവ്ര ദേശീയത ഒക്കെ രൂപപ്പെടുത്തുന്നതിന് സാധിക്കുമായിരിക്കും. അതുകൊണ്ട് നിസ്സാരമായ ഒരു ഇലക്ഷൻ അല്ല, വളരെ ഫോർമഡബിൾ ഫോഴ്സസ് ആണ് ഒരു 2 പേരും. അങ്ങനെയുള്ള ഒരു ഇലക്ഷനിലാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റുകളെല്ലാം BJPയുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളെല്ലാം. ഇന്ത്യ മുന്നണി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം ചിഹ്ന ഭിന്നമായി. മഹാരാഷ്ട്രയിൽ ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചില്ല, ഹരിയാനയിൽ ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചില്ല, ഡൽഹിയിൽ ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ എല്ലാം ഫലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന സ്റ്റേറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ബീഹാർ കൂടി പിടിക്കുകയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ മുഴുവൻ തങ്ങളുടെ കീഴിലാണ് എന്നുള്ളൊരു തീരുമാനം BJPക്ക് 2025 RSSൻ്റെ 100ാം വാർഷികത്തിൽ ആര്യാവർത്തം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണെന്ന് അവർക്ക് അഭിമാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ബീഹാർ പിടിക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് BJPയുടേതുള്ളത്. ആ സാഹചര്യത്തിലാണ് അവരാലോചിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കാം എന്ന് അവരാലോചിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മെഷീനറിയെ സ്വാധീനിക്കാനുള്ള പല തീരുമാനങ്ങളും BJP ദേശീയ തലത്തിൽ തന്നെ നേരത്തെ തന്നെ എടുത്തിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടനയിൽ വന്ന മാറ്റം, നേരത്തെ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിച്ചുകൊണ്ടിരുന്ന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കൂടി ചേർന്നായിരുന്നു പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നിവർ ചേർന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത് മാറ്റി പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വളരെ ദുർബലമായിട്ടുണ്ട്. ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ ഇപ്പോൾ വരികയുള്ളൂ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടാതിരിക്കാൻ 1 നേഷൻ 1 പോൾ, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്
ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ച് ഒരേ സമയം തിരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം അവരിതിനിടയിൽ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ജനാധിപത്യത്തിൽ തുടരണമെങ്കിൽ ആദ്യം തിരഞ്ഞെടുപ്പുകളെ തന്നെ അങ്ങ് ശരിയാക്കുക എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിലേക്ക് കൈവച്ചിരിക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക ഒരു സ്പെഷ്യൽ റിവിഷൻ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അവരതിനെ വിളിക്കുന്നത്. 2003 ബീഹാറിലുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ ഉള്ളവരെല്ലാം, അത് 7 കോടി ആളുകൾ വരുന്നുണ്ട് 2003. ആ 2003 ഇലക്ട്രൽ റോളിൽ ഇല്ലാതിരുന്നവർ, അതിനുശേഷം 20 വർഷം കഴിഞ്ഞ് നോക്കണം, 22 വർഷം, അവരെല്ലാവരും വോട്ടർമാരാണെന്ന് സ്വയം തെളിയിക്കണം. സാധാരണഗതിയിൽ ജനറൽ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധികളെ നമ്മുടെ വീടുകളിൽ വന്ന് എന്യൂമറേഷൻ നടത്തി വോട്ടർ പട്ടികയിൽ ചേർക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ തങ്ങൾ 2025 നടക്കുന്ന ഇലക്ഷനിൽ വോട്ടർമാരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത വോട്ടർമാർക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 2003 ഇലക്ട്രൽ റോളാണ് ഇപ്പോൾ അവർ ബേസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അതിനുശേഷം അവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ റിവിഷൻ നടന്നിട്ടില്ല. അതിൻ്റെ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് കാലാകാലങ്ങളിൽ ഇലക്ഷൻ്റെ റിവിഷൻ നടത്തേണ്ടത്. അങ്ങനെ തങ്ങൾ ബീഹാറിൽ വോട്ടർമാരാണ് എന്ന് തെളിയിക്കാൻ ഉള്ള ചുമതല അവിടെയുള്ള വോട്ടർമാർക്കുണ്ട്. അതിനുവേണ്ടി ചില ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം. ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ വോട്ടർ ID അംഗീകരിക്കത്തില്ല, റേഷൻ കാർഡ് അംഗീകരിക്കത്തില്ല, ആധാർ അംഗീകരിക്കത്തില്ല, ഡ്രൈവിംഗ് ലൈസൻസ് അംഗീകരിക്കത്തില്ല. അതിന് പകരം കൊണ്ടുവേണ്ടത് ലാൻഡ് റെക്കോർഡ്സ്, ഭൂമിയുടെ ഉടമസ്ഥാവകാശം, അല്ലെങ്കിൽ പാസ്പോർട്ട്, സ്കൂൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ബീഹാറിലെ സംസ്ഥാനം ആദ്യം പറയുണ്ടായി ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയുള്ള പ്രദേശമാണ്. എത്ര പേർക്ക് ഇത് ഉണ്ട് പാസ്പോർട്ട്? എത്ര പേര് SSLC പാസ്സായിട്ടുണ്ട് മെട്രിക്കുലേഷൻ? എത്ര പേർക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്? ലാൻഡ് റിഫോംസ് നടക്കാത്ത സ്റ്റേറ്റാണ് ബീഹാർ എന്ന് പറയുന്നത്. എല്ലാം കുടിയാന്മാരും പാട്ടക്കാരുമാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന ഈ രേഖ പൂരിപ്പിക്കണം. ഒരു 1 പേജ് രേഖയുണ്ട്. ആ രേഖ പൂരിപ്പിച്ച് ഇതുകൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസുകളിൽ, പ്രാദേശിക ഓഫീസുകളിൽ കൊണ്ടുവന്ന് തങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരാണെന്ന് അവർ തെളിയിക്കണം. അത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ജനതാദൾ യുണൈറ്റഡിലെ ഒരു MP തന്നെ പറഞ്ഞു, ഈ ഡോക്യുമെൻറ്റ്സ് സംഘടിപ്പിച്ച് ഞാൻ വോട്ടറാണെന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്ക് ഒരാഴ്ച എടുക്കേണ്ടി വന്നു. പിന്നെ എങ്ങനെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് അത് സാധിക്കുമെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നടക്കുന്നത്, ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ധാരാളം പേർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറിപ്പോയിട്ടുണ്ട്, മൈഗ്രൻസ് ബീഹാറിൽ. അത് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടത്തിയവരുടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അവർ മുസ്ലിംസാണ് കൂടുതൽ കുടിയേറിപ്പോയിരിക്കുന്നത്. അവർ തൊഴിൽ തേടി ഉപജീവനത്തിന് വേണ്ടി പോയിരിക്കുന്നവരാണ്. അവർക്ക് വോട്ടവകാശം കിട്ടുമോ? അവർക്ക് ഇത്രയും ജൂലൈ 31-നകമാണ്, ഒരു മാസത്തിനുള്ളിലാണ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടത്. കേരളം പോലെ 3000 കിലോമീറ്റർ ഇപ്പുറത്ത്, 3500 കിലോമീറ്റർ ഇപ്പുറം വന്ന് താമസിക്കുന്നവർ ഇതിനിടയിൽ ഈ ഡോക്യുമെൻറ്റ് സംഘടിപ്പിച്ച വോട്ടർമാരാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞു 50 ലക്ഷം പേര് ഇതിനകം തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അറിയിക്കുകയുണ്ടായി. കാരണം അത്രയും പേർക്ക് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ശുദ്ധീകരണം തന്നെയാണ്, പരിഷ്കരണമല്ല, ശുദ്ധീകരണം തന്നെയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി, മാസങ്ങളായും രാജ്യത്ത് നടക്കുന്ന ഇതാണ്. ആസാമിൽ നടക്കുന്ന ഒരു പ്രക്രിയ, അവിടെ ഏതാണ്ട്
23 ലക്ഷം വരുന്ന ആളുകൾ, 2.3 മില്യൺ ആളുകൾ, അവർ പൗരന്മാരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അവരെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് വന്ന അനധികൃത കുടിയേറ്റക്കാരാണെന്നാണ് ഹേമന്ത് ശർമ്മ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഇത് തെളിയിക്കാൻ സാധിക്കാതെ വന്നാൽ നേരെ അവരെ റെഫ്യൂജി ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുക, അവിടെ കുറച്ച് ദിവസം താമസിപ്പിക്കുക, അതിനുശേഷം ബംഗ്ലാദേശ് ബോർഡറിൽ കൊണ്ടുചെന്ന് വിടുക എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അവിടെ അത് സ്ഥിരമായി നടക്കുകയായിരുന്നെങ്കിൽ സമീപകാലത്ത് ഇപ്പോൾ ഏറ്റവും അധികം നടക്കുന്നത് ബംഗാളിലാണ് നടക്കുന്നത്. മമതാ ബാനർജി അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ് പൗരത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം. സംശയാസ്പദമായ ഏതെങ്കിലും മുസ്ലിമിനെ കണ്ടാൽ അവനെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി, നീ ബംഗ്ലാദേശിൽ നിന്ന് വന്നതല്ലേ എന്ന് പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യും, ഭേദ്യം ചെയ്യും, രേഖ കാണിക്കാൻ പറയും. ആ രേഖ കാണിച്ചാൽ അവർക്കൊന്നും സ്വീകാര്യമല്ല. അവരെ നേരെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ കൊണ്ടുവന്നിട്ട് BSF ബംഗ്ലാദേശിലേക്ക് ഉന്തിത്തള്ളി വിടുകയാണ്. ബംഗ്ലാദേശിൻ്റെ ഇന്ത്യ അതിർത്തിയിൽ നിന്ന് എല്ലായിടത്തും മതിലൊന്നുമില്ല, മുള്ളുവേലി മാത്രമേ ഉള്ളൂ. ആ മുള്ളുവേലിക്കിടയിൽ കൂടെ കയറ്റി അപ്പുറത്തോട്ട് ഇട്ടേച്ച് പോരുകയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ ബോംബെയിൽ നടന്ന സംഭവം നമ്മുടെ ശ്രോതാക്കൾ വായിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാരാഷ്ട്ര പോലീസ് 4 മുസ്ലിമുകളെ അറസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു നിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾക്ക് ആധാറുണ്ട്, വോട്ടർ ID ഉണ്ട്. അതൊന്നും മഹാരാഷ്ട്ര പോലീസ് അംഗീകരിച്ചില്ല. അവരെ BSFന് കൈമാറി. മുർഷിദാബാദ് അതുപോലെ തന്നെ ബർദാം ജില്ലക്കാരായിരുന്നു അവരെ BSFന് കൈമാറി ബംഗാളിൽ കൊണ്ടുവന്നവരെ ബംഗ്ലാദേശിലേക്ക് ഉന്തിത്തള്ളി വിട്ടു. ബംഗ്ലാദേശ് പോലീസ് ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഇവർ ഇന്ത്യക്കാർ തന്നെയാണ്, അവരുടെ ആധാർ ശരിയാണ്, ID ഉണ്ട്, അവരുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ട്, അവർ ഇന്ത്യക്കാരാണെന്ന് ബംഗ്ലാദേശ് പോലീസ് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. സോ ബീങ് എ മുസ്ലിം ഇൻ ഇന്ത്യ ഈസ് വെരി പ്രോബ്ലമാറ്റിക്. ഇന്ത്യയിൽ ഒരു മുസ്ലിമാണെന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. ആ മുസ്ലിങ്ങളെ രാജ്യത്തെ എല്ലായിടത്തും അവരുടെ വീടുകൾ പല സംസ്ഥാനങ്ങളിലും, BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ബുൾഡോസർ വെച്ച് തകർക്കുന്നു. അവരുടെ വേഷത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നു, ഭക്ഷണത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരെ ഒരു വലിയ ശത്രുതയോടെയാണ് പെരുമാറുന്നത്. അടുത്തയിടെ നടന്ന ഒരു സർവേ മനസ്സിലാക്കിയത് വരാൻ പോകുന്ന ഇലക്ഷനിൽ BJP JDU മുന്നണിക്ക് വോട്ട് ചെയ്യുന്നതിൽ കൂടുതലും, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിൽ കൂടുതലും മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും ആളുകളാണ്. അതേസമയം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാസ്റ്റ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് RJD കോൺഗ്രസ് ലെഫ്റ്റ് സഖ്യത്തിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് OBCസും മുസ്ലിംസുമാണ്. അപ്പം മൈഗ്രേഷൻ നടത്തിയിരിക്കുന്നതിൽ കൂടുതലും മുസ്ലിംസ് ആയതുകൊണ്ട് ബീഹാറിലെ ജനസംഖ്യയുടെ ആകെ 20% ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മൈഗ്രൻസാണ്. അപ്പോൾ അവരെ ഒഴിവാക്കിയാൽ പല മണ്ഡലങ്ങളും 2000, 3000, 4000 വോട്ടിലായിരിക്കുമല്ലോ അസംബ്ലിയിൽ ജയിക്കുന്നത്. തീർച്ചയായിട്ടും അനായാസമായ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്ത 1 മാസം ഇതിന് അപ്പീൽ കൊടുക്കാൻ അവസരമുണ്ട്. എത്ര പേര് അപ്പീൽ കൊടുക്കുമെന്ന് കണ്ടറിയും. ഇപ്പോൾ തന്നെ 50 ലക്ഷം പേരെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ബീഹാറിലെ ജനസംഖ്യയുടെ 7% ഇപ്പോൾ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. എല്ലാവരും സംശയിക്കുന്ന ഒരു കാര്യം, വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ ഇവിടെ പൗരത്വത്തെ തന്നെ നിഷേധിക്കാനുള്ള നീക്കമാണ് നടത്തുക എന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന ആധാർ ഞങ്ങൾ അംഗീകരിക്കത്തില്ല, കാരണം ആധാർ ധാരാളം വ്യാജമായിട്ട് അച്ചടിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആധാർ അംഗീകരിക്കുന്നില്ല. വോട്ടർ ID ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത വോട്ടർ ID തന്നെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നില്ല, അതും വ്യാജമായിട്ട് അച്ചടിക്കുമെന്ന് പറയും.
പിന്നെന്താണ് ലാൻഡ് റെക്കോർഡ്സാണ് കാണിക്കേണ്ടത്. ഗംഗാനദി എപ്പോഴും വെള്ളപ്പൊക്കത്തിൽ കരമാറി ഒഴുകുന്ന ഒരു നദിയാണ്. പാവപ്പെട്ടവർ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തെല്ലാം നാളെ താമസിക്കും. ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ ഉള്ള സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട്, തുണിയും എല്ലാം എടുത്തുകൊണ്ട് അവർ ഓടിപ്പോകും. ഈടോട്ടെങ്കിലും സ്കൂളിലും മറ്റും താമസിക്കും. വെള്ളം ഇറങ്ങി കഴിയുമ്പം വരുമ്പോൾ ആ സ്ഥലത്ത് കാണത്തില്ല, അവിടെ പുഴ ഒഴുകുകയാണ്, വേറൊരു സ്ഥലത്ത് പോയി താമസിക്കും. അവർക്ക് എവിടെ നിന്നാണ് ലാൻഡ് റെക്കോർഡ്സ് ഉള്ളത്? അപ്പോൾ അപ്പീൽ കൊടുക്കാൻ അവകാശം ഉണ്ടെങ്കിലും അവർക്കൊന്നും ഇത് തിരികെ കിട്ടുമെന്ന് തോന്നുന്നില്ല. BJP വക്താക്കൾ പറയുന്ന ഇവരെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായിട്ട് കുടിയേറിയവരാണ്. ആ കുടിയേറിയവരെ ശുദ്ധീകരിച്ച് വോട്ടർ പട്ടിക പവിത്രമാക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് എതിർപ്പ് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ BJP വക്താവ് ചോദിച്ചത്. അപ്പോൾ പൗരത്വവും വോട്ടർ അവകാശവും തമ്മിൽ ഇപ്പം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. 1952 ആദ്യത്തെ ഇലക്ഷൻ ഉണ്ടായപ്പോൾ മുതൽ വോട്ട് ചെയ്യാനുള്ള അവകാശം, ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം, ഞാൻ പൗരനാണെന്ന് ആദ്യം ബൂത്ത് ലെവൽ ഓഫീസറെ കാണിച്ചിട്ടല്ല നമുക്ക് കിട്ടുന്നു. പൗരത്വം അംഗീകരിക്കുന്ന വേറെ ഒരു അവസ്ഥയിലാണ്. അത് വേറൊരു സംവിധാനമാണ് പൗരത്വം എന്ന് പറയുന്നത്. എന്നാൽ വോട്ടും പൗരത്വവും തമ്മിൽ ബന്ധിപ്പിച്ച് പൗരന്മാരല്ലാത്തവരാണ് വോട്ട് ചെയ്യുന്നത് എന്നൊരു പ്രതീതി ഇപ്പോൾ ജനിപ്പിക്കുന്നതിന് BJPയുടെ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം, അതിനുവേണ്ടി പാർലമെന്റ് സ്തംഭിപ്പിക്കേണ്ടി വരുന്നു, ബന്ദ് നടത്തേണ്ടി വരുന്നു. അത് വളരെ ഭീകരമായൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പെട്ടെന്നാണ് ഇവർ നടപ്പാക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഇത്രയും ഡോക്യുമെന്റ്സ് സമർപ്പിച്ച് 4 കോടി ആളുകൾ ഇത് അവർ പ്രൂവ് ചെയ്യണം. ഒരു മാസം കൊണ്ട് ഇതെങ്ങനെ സാധിക്കും? ഇത് ബീഹാറിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെ ഇലക്ഷൻ പോലെ തന്നെ കേരളം, അതുപോലെ തന്നെയുള്ള മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുക. പ്രഥമ ദൃഷ്ടിയ അവരുടെ ചോദ്യം കേട്ടാൽ നിഷ്പക്ഷരെല്ലാം ശരിയാണെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിൽ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം പാവപ്പെട്ടവരായ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് തുടച്ച് മാറ്റുക എന്നുള്ളത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു ബീഹാറിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ മാത്രം കാണേണ്ടതല്ല, ഒരു ലാർജർ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട്, വിശാലമായൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെ, നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ നമ്മളിതിനെ കാണേണ്ട ആവശ്യമുണ്ട്. ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, രാഷ്ട്രീയ നിരീക്ഷകനായ യോഗേന്ദ്ര യാദവ്, RJD, ലെഫ്റ്റ് പാർട്ടീസ്, CPM, CPI-ML, ഈ പാർട്ടീസ് എല്ലാം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതി ഹിയറിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലും ഖണ്ഡിതമായൊരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് ആധാർ അംഗീകരിക്കുന്നില്ല, ഇലക്ഷൻ ID അംഗീകരിക്കുന്നില്ല ഇത് ചോദിച്ചതല്ലാതെ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഏതായാലും വലിയൊരു ജനാധിപത്യത്തിൻ്റെ നേർക്കുള്ള വെല്ലുവിളിയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്രയും നാടും ഭക്ഷണമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും പാർപ്പിടമില്ലെങ്കിലും നമ്മുടെ ഭാവി ഭാഗതയും തീരുമാനിക്കാനുള്ള അവകാശം, 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കുണ്ടായിരുന്നു. അതുപോലും എടുത്തു കളയുന്ന തരത്തിലുള്ള ഒരു വലിയ അമിതാധികാര ക്ലെൻസിങ് പ്രക്രിയയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് സമർപ്പിച്ചു.